പ്രൈസ് ദി ലോർഡ്. ഹെറ്റ്മീലോട് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ഡിഷാണ്, മുട്ട കൊണ്ടുള്ള ഡിഷാണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ചോറ്, ദോശ, അപ്പം, ചപ്പാത്തി ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും എടുക്കാമേ, അതിന് ഇത്ര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഈ 2 മുട്ട. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഒരു കുഞ്ഞു കഷണം ക്യാരറ്റ് ആണ്. ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്തത് കൊണ്ടാണ് ഒത്തിരിയായിട്ട് തോന്നുന്നത്. അപ്പൊ ഇതും നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ എടുക്കാൻ, നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. അതിനുശേഷം അതിലേക്ക് ഇടുന്നത് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ലേശം ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് അടിച്ച് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമ്മള് മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ടേ. അതൊന്ന് കളർ മാറി വരുമ്പോ അതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി, തീ കുറച്ച് വെച്ച് അതൊന്ന് വേവട്ടെ. ഇപ്പൊ ഇത് ഏകദേശം വഴറ്റിട്ടുണ്ട്. ഇത് വയലുന്നത് നിങ്ങൾക്ക് ഇതിന്റെ സവാള ഉള്ളിയുടെ അല്പം ക്രിസ്പി, അതായത് അധികം വേവാത്തത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ പരുവത്തിന് എടുക്കാം. അതല്ല നന്നായിട്ട് വെന്തുടയണം എന്നുണ്ടെങ്കിൽ ആ പരുവത്തിനും എടുക്കാം. ഇതിപ്പോ ഒത്തിരി അങ്ങ് വെന്തിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം, അല്പം പച്ചപ്പോടെ. അതുകൊണ്ട് ഞാൻ ഇത്രേ വേവിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ക്യാരറ്റും ഒക്കെ ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇത് ഈ ക്യാരറ്റ് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ അതിന്റെ അധികം പച്ചപ്പ് നമുക്ക് നഷ്ടപ്പെടത്തില്ല. അതിനു വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ആ മുട്ട മിക്സിനകത്തോ സവാള ഉള്ളിലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, കാരണം ഈ ഇലകളുടെയൊക്കെ പച്ചയും മറ്റേ പച്ചയും കൂടെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് കടിച്ച എരിയാവുമല്ലോ. ലേശം ഗരം മസാല, വീട്ടിൽ തന്നെ വറുത്തു പൊടിച്ച ഗരം മസാലയാണ്. ലേശം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ആ മുട്ട ലേശം ഒന്ന് വേവട്ടെ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ഏകദേശം സൈഡിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇങ്ങനെ ഇടുമ്പോ ഉണ്ടല്ലോ, നല്ല ഒരു എന്തു പറയുന്നേ, അത് പച്ചപ്പോടെ നമുക്ക് കടിക്കാനും പറ്റും, എന്നാലൊട്ട് വെറും പച്ചയുമല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ലതുപോലെ ഇങ്ങനെ ചിക്കി ഇളക്കാം. ആ മല്ലിയിലയും ക്യാരറ്റും എല്ലാം കൂടെ ഇങ്ങനെ ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതായത് ക്യാരറ്റ് ആ തക്കാളിയിലൊക്കെ ഇട്ട് നമ്മൾ വഴറ്റിയാല് അതങ്ങ് വെന്തങ്ങ് പോവും. ആ ഒരു പച്ചപ്പ് നമുക്ക് ഫീൽ ആകില്ല. ഇതിപ്പോ നമ്മൾ കഴിക്കുമ്പോ ശരിക്കും നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കിയെന്നേ പറയത്തുള്ളൂ. അത്ര ടേസ്റ്റ് ഇതിന്. ബ്രെഡിന്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ചോറിന്റെ കൂടോ ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ടിഫിനൊക്കെ കൊടുത്തുവിടാനാണേലും നമ്മുടെ തോരൻ റെഡിയായി. ഭയങ്കര എളുപ്പമാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. സോ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.